നമ്മുടെ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് എൻ്റെ കുട്ടികൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെ വൃത്തിയായിട്ട് സർക്കിൾ വരയ്ക്കാം എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം വൃത്തം വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ചോദിക്കും സർക്കിൾ വരയ്ക്കാൻ, ഇന്ന അളവിൽ വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം. ദാ ഒരു ചോദ്യം നോക്കൂ. ദാ ഇവിടെ തന്നിട്ടുണ്ട്, ചുവടെ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ചിത്രം വരയ്ക്കുക. 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. എന്താ പറഞ്ഞത്? Draw picture using below instructions. Draw circle of 4 centimeter radius. 4 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം? നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ആദ്യം അത് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അപ്പൊ 4 സെന്റിമീറ്ററിൽ നമുക്ക് സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോമ്പസിൽ 4 സെന്റിമീറ്റർ അളക്കണം അല്ലേ? അപ്പൊ ദാ നമ്മുടെ സ്കെയില് വന്നു. ഇനി ദാ കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തു. ഇനി മിസ് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഒരു അടിപൊളി സർക്കിൾ വരയ്ക്കാൻ പോകുവാണ്. അപ്പൊ ദാ നമ്മുടെ കോമ്പസ് നമ്മൾ ദാ സർക്കിൾ വരച്ചു. 4 സെന്റിമീറ്ററിൽ സർക്കിൾ വരച്ചു. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം? മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പൊ 4 സെന്റിമീറ്ററിൽ സർക്കിൾ വരച്ചു. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഡിവൈഡ് സർക്കിൾ ഇൻടു 4 ഈക്വൽ പാർട്സ് യൂസിങ് സെറ്റ് സ്ക്വയർ. എന്ത് പറഞ്ഞു? നമ്മളോട് പറഞ്ഞു മട്ടം ഉപയോഗിച്ച്, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം. നമ്മളോട് പറഞ്ഞത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പൊ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വൃത്തത്തെ 4 തുല്യ ഭാഗങ്ങളാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദാ നമ്മുടെ സർക്കിൾ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലൈൻ വരയ്ക്കും അല്ലെ? നമ്മൾ ദാ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാൻ പോകുവാണ്. യെസ്, അപ്പൊ മിസ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കട്ടെ. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. മിസ് ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് നമ്മുടെ കോമ്പസിനെ ഒഴിവാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സെന്റർ O എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞത് സെറ്റ് സ്ക്വയർ, നമ്മുടെ മട്ടം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും? ദാ സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എങ്ങനെയാ 4 ആക്കി ഡിവൈഡ് ചെയ്യുക? 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം അല്ലെ? 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. അപ്പോ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ ദാ വ്യാസം വരയ്ക്കുക. റേഡിയസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വ്യാസം വരയ്ക്കുക. വ്യാസം എങ്ങനെ വരയ്ക്കാം? ദാ ഈ ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി അല്ലെ? ഈ ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി നമ്മുടെ സെന്ററിലൂടെ അല്ലേ? ദാ നമ്മൾ വ്യാസം വരച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? സെന്ററിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കുക, നമ്മുടെ മട്ടം വെക്കണം. എങ്ങനെ? 90 ഡിഗ്രി വരുന്ന പോലെ അല്ലേ? ദാ കറക്റ്റ് ആയിട്ട് മട്ടം വെച്ചല്ലോ, കറക്റ്റ് ആയിട്ട് വെച്ചില്ലേ? ഇനി എന്ത് ചെയ്യാ? ദാ ഇവിടെ നിന്ന് ലൈൻ വരച്ചു. ദാ ഈ ലൈൻ മിസ് ഇതേപോലെ തന്നെ നീട്ടി അങ്ങ് വരയ്ക്കുകയാണ്. വരച്ചില്ലേ? വരച്ചല്ലോ. ദാ കറക്റ്റ് ആയിട്ട് വരച്ചു. 4 ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റി. നമ്മുടെ സർക്കിളിനെ 4 ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞത്? ഡിവൈഡ് സർക്കിൾ ഇൻടു 4 ഈക്വൽ പാർട്സ് യൂസിങ് സെറ്റ് സ്ക്വയർ. കഴിഞ്ഞു. അടുത്തത് എന്താ? ജോയിൻ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. സർക്കിളിൽ വന്നിട്ടുള്ള 4 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇതാണ് 4 പോയിന്റ്സ്. 1 2 3 4. നമ്മുടെ 4 പോയിന്റ്സ് ഇതൊക്കെയാണ്. ഈ 4 പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? സ്കെയിൽ അല്ലേ? കോമ്പസ് ആണോ? പ്രൊട്രാക്ടർ ആണോ? ജോയിൻ ചെയ്യാൻ എന്താ വേണ്ടേ? സ്കെയിൽ ആണ് അല്ലേ? സ്കെയിൽ ആണ്. അപ്പൊ ദാ നമ്മൾ സ്കെയിൽ എടുത്തു. മിസ്സിന് ഇവിടെ സ്കെയിലിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ദാ ഇനി നമുക്ക് ഏത് കളർ എടുക്കാം? ദാ പിങ്ക് ഇരിക്കട്ടെ. ദാ ജോയിൻ ചെയ്യാൻ പോവാണ്. ദാ ജോയിൻ ചെയ്തു. ദാ ചെയ്തില്ലേ? 4 പോയിന്റ്സ് മിസ് ജോയിൻ ചെയ്തു. ഇത് ഏത് രൂപമാണ്? മിസ് ഇപ്പൊ ജോയിൻ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് ഏത് രൂപമാണ്? നോക്കിയേ. എന്താ അടുത്ത ചോദ്യം? നെയിം ദ ഷേപ്പ് യു ഗോട്ട്. നമുക്ക് ഇപ്പൊ കിട്ടിയ രൂപത്തിന് ഏത് രൂപമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് രൂപം? ഇപ്പൊ കിട്ടിയ രൂപം ഏതാ? ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള രൂപം ഏതാണ്? ഇത് ഏത് രൂപമാണ്? സ്ക്വയർ ആണല്ലേ? ഇതൊരു സ്ക്വയർ ആണ്. ഇതൊരു സമചതുരമാണ്. സമചതുരം. ഇതെന്താണ്? ഒരു സമചതുരമാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള രൂപം
ഒരു സമചതുരമാണ്. കിട്ടിയല്ലോ, അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? ഇനി എന്താണ് ചോദ്യം? ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. വിച്ച് വൺ ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്? ദാ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇഫ് റേഡിയസ് is 2 centimeter, then diameter is 4 centimeter. If diameter is 12 centimeter, then radius is 6 centimeter. If radius is 4 centimeter, diameter is 2 centimeter. Diameter equal to 2 into radius. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇവർ പറഞ്ഞ 4 കാര്യത്തിൽ ഏതാണ് പൊട്ട തെറ്റ് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അത് അതിൻ്റെ മലയാളം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിട്ടുപോകാതെ എന്ത് ചെയ്യുക? ഇതിൽ ഇവർ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതാണ് പൊട്ട തെറ്റ് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ ആണ് ഇതുപോലെ നമ്മുടെ കിടിലൻ ബൾബ് കത്തി വേണ്ടത് എന്നുള്ള കാര്യം കൂടെ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.